ഹായ്, എൻ്റെ പേര് നിസാർ. ഞാൻ ഇലക്ട്രോണിക്സ് ടെക്നോളജീസിൻ്റെ സെക്യൂരിറ്റി സിസ്റ്റം കൺസൾട്ടൻ്റാണ്. ഈയിടെയായി നമ്മുടെ നാട്ടിൽ കുറുവാ സംഘങ്ങളുടെ ഒരു ശല്യമുണ്ടല്ലോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും റിലേറ്റീവ്സ് ആയാലും എന്താണ് ഈ സെക്യൂരിറ്റി സിസ്റ്റംസ്, കള്ളന്മാരൊക്കെ കയറി കഴിഞ്ഞാൽ അലാം എന്ന ഒരു ഡിവൈസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമോ എന്ന് എന്നോട് പലരും ചോദിച്ചു. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന നമ്മുടെയൊക്കെ വീടുകളിൽ പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ കള്ളന്മാരൊക്കെ കയറി കഴിഞ്ഞാൽ അവരെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും, ആ ഇൻസിഡൻറ്റ് എങ്ങനെ തടയാൻ പറ്റും എന്നുള്ളതാണ് തുടർന്നുള്ള വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. സെക്യൂരിറ്റി സിസ്റ്റം നമുക്ക് പ്രധാനമായും 2-3 ടൈപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട്, വീട് നമ്മൾ കുത്തിപ്പൊളിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഒരു അലാം കിട്ടുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുമോ. അങ്ങനെ ചെയ്യാം. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിലോട്ടോ അല്ലെങ്കിൽ കോമ്പൗണ്ടിലോട്ടോ ആരെങ്കിലും കയറി കഴിഞ്ഞാൽ നമുക്ക് അലാം വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്ന ആ ഒരു ഡിവൈസിനെ പറ്റിയാണ്. ഇതിപ്പോൾ ഞാനൊരു വീടിൻ്റെ ഫ്രണ്ടിലാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ നമ്മൾ ഒരു വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മുടെ കോമ്പൗണ്ടിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അലാം സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പോൾ അതിനുവേണ്ടി ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന പെരിമീറ്റർ സെൻസർ എന്ന് പറയുന്ന ഒരു ഡിവൈസാണിത്. ഇതിപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലോട്ട് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഇതേപോലെ നമ്മൾ അപ്പുറത്തെ ഒരു സെൻസർ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു സെൻസറുണ്ട്. ഇത് ഒരു ട്രാൻസ്മിറ്റർ, അതൊരു റിസീവറുമാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു ഇൻവിസിബിൾ ആയിട്ടുള്ള ബീം പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അലാം എന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഒരു കള്ളൻ ഇപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലോട്ട് കയറിയാൽ എങ്ങനെയാണ് അലാം എന്നു ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു റിമോട്ടാണ്, അലാം സിസ്റ്റത്തിൻ്റെ ഒരു റിമോട്ടാണ്. ഇത് ജസ്റ്റ് ഇതിൽ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം ആക്ടിവേറ്റ് ആവും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ സെൻസർ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ടോ. ഞാനിപ്പോൾ ആ സെൻസറിൻ്റെ ഏരിയ അല്ലെങ്കിൽ ആ ലൈൻ ക്രോസ് ചെയ്യുവാണ്. ജസ്റ്റ് ഒന്ന് നോക്കിയോളൂ. ഓക്കെ, ഇപ്പം മനസ്സിലായി കാണുമല്ലോ. ഇപ്പം നമ്മുടെ കോമ്പൗണ്ടിലോട്ട് തന്നെ കയറുമ്പോൾ തന്നെ അലാം എന്ന രീതിയിൽ നമുക്ക് ഇത് സെറ്റ് ചെയ്യാം. ഈ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ അലാം പാനലിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ 24 hours വർക്ക് ചെയ്യുന്ന ഒരു എമർജൻസി സ്വിച്ച് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സാധാരണ ലേഡീസ് മാത്രമുള്ള ടൈമുകളിൽ അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് മാത്രമുള്ള ടൈമുകളിൽ ഇപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എമർജൻസി ബട്ടൺ ഇതിൽ ഉണ്ട്. അത് നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അലാം ജനറേറ്റ് ആവും. എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് കണ്ടോ, ഈ എമർജൻസി സ്വിച്ചിലൊന്ന് പ്രസ് ചെയ്താൽ മതി, അപ്പോൾ തന്നെ അലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഈ സൗണ്ട് കേട്ട് കള്ളന്മാർ നമുക്ക് ഓടിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവരെ സ്കെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ കോമ്പൗണ്ടിലോട്ടൊരു കള്ളം കയറിയാൽ എങ്ങനെയാണ് അലാം വന്നതെന്നാണ് കണ്ടത്. ഇനിയിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറോ അതേപോലെ തന്നെ കിച്ചൺ ഡോറോ ആരെങ്കിലും രാത്രി സമയങ്ങളിൽ തുറന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അലാം വന്നതെന്ന് കാണാം. ഇപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ ഔട്ട്സൈഡ് ഡോറുകളുണ്ടല്ലോ, ഫ്രണ്ട് ഡോറ്, കിച്ചൺ ഡോറ്, അതേപോലെ തന്നെ ബാൽക്കണി ഡോറുകൾ, നമ്മൾ പ്രധാനമായും ഡോർ സെൻസർ പിടിപ്പിക്കുന്നത് ഈ പുറത്തോട്ടുള്ള ഡോറുകളാണ്. ഇപ്പോൾ നമ്മുടെ ഈ വീട്ടിൽ ഫ്രണ്ട് ഡോറിൽ ഒരു എൻട്രി ഉണ്ടായാൽ ഇപ്പോൾ രാത്രി കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ കള്ളൻ ഇടിച്ച് പൊളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ എങ്ങനെ അലാം വന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഇത്രയും തുറന്നു കഴിഞ്ഞാൽ തന്നെ അലാം സ്റ്റാർട്ട് ചെയ്യും. ഇത് വൺസ് അലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ സെക്യൂരിറ്റി കോഡ് കൊടുത്ത് ഓഫാക്കാതെ അലാം നിൽക്കില്ല. ഇനിയിപ്പോൾ നമ്മൾ ഡോറ് വഴി അല്ലാതെ ഇപ്പോൾ കള്ളന്മാർ ഡോറ് തുറന്നു തന്നെ കയറണമെന്നൊന്നുമില്ലല്ലോ. ഇപ്പോൾ ഡോറ് തുറക്കാതെ ഇപ്പോൾ നമ്മുടെ വിൻഡോ ബ്രേക്ക് ചെയ്തോ അല്ലെങ്കിൽ ഭിത്തി പൊളിച്ചൊക്കെ ആരെങ്കിലും വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ അടുത്ത സെൻസറിലൂടെ നമുക്ക് നോക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ PIR സെൻസർ. ഇത് നമ്മുടെ ഈ വീടിൻ്റെ ഒരു മെയിൻ കോമൺ പാസേജ് ആണ്, സ്റ്റെയർ കേസിൻ്റെ ഏരിയ ആണ്. ഇപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ അകത്ത് ഇപ്പോൾ വിൻഡോ ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഭിത്തി പൊളിച്ചൊക്കെ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഇത് കോമൺ പാസേജ് ആണ്. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഈ വീടിൻ്റെ ഒരു മെയിൻ കോമൺ പാസേജ് ആണ്. ഇപ്പോൾ ആരെങ്കിലും ഇതിൻ്റെ വീടിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ ഏരിയ ഇപ്പോൾ മേളിലോട്ട് കയറാനെല്ലാം ശ്രമിച്ചു കഴിഞ്ഞാൽ അലാം വരും. അതേപോലെ തന്നെ ഇത് ഇപ്പോൾ നമ്മളിവിടെ ഇത് ലോക്കർ വെച്ചിട്ടുണ്ട്. ഈ ലോക്കറൊക്കെ ആരെങ്കിലും തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എല്ലാം അലാം സ്റ്റാർട്ട് ചെയ്യും. അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ ആ പാസേജിലോട്ട് ഞാനിപ്പോൾ എൻട്രി എടുക്കുകയാണ്. ഇപ്പോൾ എങ്ങനെയാണ് അലാം വന്നതെന്ന് എനിക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഡോറ് തുറക്കാതെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കയറി ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഇപ്പോൾ എല്ലാം ഒന്ന് സെർച്ചൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഇവിടെ ഒരു സേഫ് റൂമാണ് കണ്ടത്. അപ്പോൾ സേഫ് റൂം ജസ്റ്റ് ഒന്ന് ഞാനിങ്ങനെ ഒന്ന് തുറക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ അലാം സ്റ്റാർട്ട് ചെയ്യും.
അതേപോലെ തന്നെ ഞാൻ ഇതിൻ്റെ മേളിലോട്ട് സ്റ്റെയർ കേസ് വഴി ഇങ്ങനെ മേളിലോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ തന്നെ ആ സെൻസർ നമ്മൾ ഡിറ്റക്ട് ചെയ്യുമ്പോഴാണ് അലാം വന്നത്. അപ്പോൾ നമുക്ക് ഡോർ വഴിയല്ലാതെ ഒരു അറ്റംപ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ സെൻസർ വഴി തന്നെ നമുക്ക് അലാം ജനറേറ്റ് ആവും. ഇപ്പോൾ നമ്മൾ പ്രധാനമായും 4 രീതിയിൽ എങ്ങനെ നമ്മുടെ വീട്ടിൽ ഒരു കള്ളം കയറി കഴിഞ്ഞാൽ എങ്ങനെ എല്ലാം അലാം വരും എന്നുള്ള രീതിയാണ് പറഞ്ഞത്. അത് നമുക്ക് ആദ്യം തന്നെ കാണിച്ച് നമ്മുടെ കോമ്പൗണ്ടിലോട്ട് കയറുമ്പോൾ അലാം വന്ന രീതി, അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു കള്ളൻ വീടിൻ്റെ അകത്തോ അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിലൊക്കെ ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് എമർജൻസി സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്ത് അലാം വരുത്തുന്ന രീതി. അതുമല്ല, പിന്നെ നമ്മുടെ ഫ്രണ്ട് ഡോറോ അല്ലെങ്കിൽ കിച്ചൺ ഡോറോ ഒക്കെ തുറന്ന് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അലാം വന്ന രീതി. പിന്നെ നമ്മൾ ഈ ഡോറ് വഴി ഒന്നുമല്ല നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് ഭിത്തി പൊളിച്ചോ അല്ലെങ്കിൽ വെൻറ്റിലേഷൻ ബ്രേക്ക് ചെയ്തോ വിൻഡോ ബ്രേക്ക് ചെയ്തോ ഒക്കെ ആരെങ്കിലും വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അലാം വന്ന രീതി. അങ്ങനെ 4 പ്രധാനപ്പെട്ട രീതിയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചത്. ഇപ്പോൾ സെക്യൂരിറ്റി സിസ്റ്റത്തിൻ്റെ മെയിൻ ഡിവൈസുകളെ പറ്റിയാണ് പറഞ്ഞത്. ഇപ്പോൾ അതിന് നമ്മൾ ഇതെല്ലാം കൊണ്ടുവന്ന് ഇതിൽ പ്രോഗ്രാം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൺട്രോൾ പാനലാണിത്. ഇതിൻ്റെ ഹബ്ബ് യൂണിറ്റ് ഇതാണ്. ഇത് നമ്മുടെ വീടിൻ്റെ കോമൺ പാസേജുകളിൽ എവിടെയെങ്കിലുമാണ് സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ വൈഫൈയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഡോർ സെൻസർ ഓൾറെഡി കവർ ചെയ്ത് ഡോർ വഴി എങ്ങനെ അലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെ PIR പാസീവ് ഇൻഫ്രാറെഡ് ഡിറ്റക്ടറാണിത്. ഇപ്പോൾ ഇതും നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്താണ്. ഡോർ വഴി അല്ലാതെ ഒരു കള്ളൻ നമ്മുടെ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ അറിയുന്ന ഡിവൈസാണ്. പിന്നെ നമ്മൾ പെരിമീറ്റർ ഡിവൈസാണ്. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ അകത്ത് കയറാതെ തന്നെ കോമ്പൗണ്ടിൽ കയറി കഴിഞ്ഞാൽ അലാം വന്നത് എങ്ങനെയാണെന്ന് നമ്മളവിടെ ജസ്റ്റ് കാണിച്ചിരുന്നു. അപ്പോൾ ജസ്റ്റ് കോമ്പൗണ്ടിലോട്ട് ആൾ കയറുമ്പോൾ തന്നെ അലാം വന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഇത് വീടിൻ്റെ 4 സൈഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് കള്ളന്മാർ കയറി കഴിഞ്ഞാൽ അലാം ജനറേറ്റ് ആകുന്നത് ഹൂട്ടറിലാണ്. ഇത് ഐഡൈസിബിളായിട്ട് നമുക്ക് അലാം സെറ്റ് ചെയ്യാവുന്നതാണ്. ഇത് 1 അല്ലെങ്കിൽ 2 3 ഒക്കെ നമുക്ക് ആവശ്യാനുസരണം സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സിസ്റ്റം ഓൺ ആൻഡ് ഡിസാം ചെയ്യുന്നത് നമുക്ക് മൊബൈൽ ത്രൂ ആപ്പ് വഴി നമുക്ക് ചെയ്യാം. അതുമല്ല, നമുക്ക് ഇതിൽ സ്വിച്ച് ബട്ടൺ കീ ഫോബ് ഉണ്ട്, റിമോട്ട് കൺട്രോളറുണ്ട്. നമുക്ക് റിമോട്ട് വെച്ച് ഓണും ഓഫും ആക്കാവുന്നതാണ്. സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റിയായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ തുടർച്ചയായ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.